ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ പോയിൻ്റെ ചെറിയൊരു മിനി ബ്ലോഗാണ്. ഞാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേന് ബസ് ഇങ്ങോട്ട് വന്നായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി കൊടുകൊണ്ടിരിക്കുന്നത് സൈഡിലെ സീറ്റിൽ നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കുടണമെന്ന് ഇറങ്ങിയപ്പോഴാണ് ആകെ പോസ്റ്റ്, ഒരു വണ്ടി പോലും ഇല്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ സൂമോൾ വന്നു. ഇനി സൂമോളിൽ കയറി അടൂർ ഇറങ്ങണം. അങ്ങനെ അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അടൂർ വന്നിറങ്ങിയിട്ട് ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് വേണം നമുക്കിനി കായംകുളത്തേക്ക് ഒരു ബസ് തപ്പി കയറാൻ. ഇവിടെ വന്നപ്പോഴാണ് ആകെ പോസ്റ്റ്, ഒറ്റ വണ്ടി പോലും ഇല്ല. അങ്ങനെ അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പ് ശേഷം ഒരു കായംകുളം ബോർഡ് വെച്ചിട്ട് വേനാട് വണ്ടി വന്നായിരുന്നു, ഒരു ലൈലാൻഡിൻ്റെ ഫുൾ ചേസ് വണ്ടി. ആ വണ്ടിക്കാണ് ഒരു പ്രത്യേകതയുണ്ട്, ആ വണ്ടി ഓടിക്കുന്ന ഒരു വനിതാ ഡ്രൈവറായിരുന്നു. അങ്ങനെ ബസ് വന്നപ്പോഴത്തേന് ചാടി സൈഡ് സീറ്റിന് വേണ്ടി വണ്ടിക്കകത്ത് കയറി. അങ്ങനെ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് സൗണ്ട് ഇട്ട് തിരിഞ്ഞു നോക്കി. ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രൈവറ്റ് വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കുറേ നേരം കൊണ്ട് നോക്കുമായിരുന്നു. അങ്ങനെ അവസാനം പുള്ളിക്കാരൻ കയറി പോയായിരുന്നു. അങ്ങനെ ഒരു മണിക്കൂറത്തെ യാത്ര ശേഷം ഞാനാണെങ്കിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനി അടുത്ത നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം. ടിക്കറ്റ് കൗണ്ടറിൽ വന്നപ്പോഴാണ് ആകെ തിരക്ക്. അങ്ങനെ കുറച്ച് നേരത്തെ പോസ്റ്റ് അടിച്ച് വെയിറ്റ് ചെയ്തു. അങ്ങനെ അവസാനം 85 രൂപ കൊടുത്ത് ഗുരുവായൂരിന് ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് പ്ലാറ്റ്ഫോം തപ്പണം. അങ്ങനെ പ്ലാറ്റ്ഫോം തപ്പിയപ്പോൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വരുന്നത്. അങ്ങനെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്ന ഒരു മണിക്കൂറായി. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ട്രെയിൻ ആണെങ്കിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു. ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിൽ സൈഡ് സീറ്റ് കിട്ടണമെന്ന് ചാടി കയറി, പക്ഷേ സൈഡ് സീറ്റ് കിട്ടിയില്ല. അങ്ങനെ കുറേ നേരം ഇപ്പുറത്തെ സീറ്റിൽ നിന്ന് കാഴ്ച. അങ്ങനെ സൈഡ് സീറ്റ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും പിന്നെ മനസ്സിലായി, കാരണം രാത്രി അല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ നമ്മൾ ട്രെയിൻ ആണെങ്കിൽ ഗുരുവായൂർ സ്റ്റേഷനിലേക്ക് എത്തും. ട്രെയിൻ അങ്ങനെ ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ട് ഓടിയിട്ടും കറക്റ്റ് സമയത്ത് നമ്മളെ അവിടെ കൊണ്ടെത്തിച്ചു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ ബുക്ക് ചെയ്ത് നമ്മുടെ ഹോട്ടലിലൊക്കെയുള്ള നടത്താണ്. ഇനി ഇവിടുന്ന് ഒരു 600 മീറ്റർ ഉണ്ട്. അങ്ങനെ ഗുരുവായൂരിലെ രാത്രിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചു. നമ്മൾ പടിഞ്ഞാറൻ നട എത്തിയപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ നേരം വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോസെല്ലാം. അങ്ങനെ രാവിലെ കാണാമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി. രാത്രിയാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും നടത്തില്ല. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഇതാണ്, ശ്രീകൃഷ്ണ നിർമ്മാല്യം. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു, കാരണം അമ്പലത്തിൽ ഫോണും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിക്കെടുത്ത വീഡിയോസും കാര്യങ്ങളും. അമ്പലത്തിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഓഡിറ്റോറിയത്തിൽ ഭരതനാട്യം അരങ്ങേറ്റം നടക്കുന്നത്. അവിടെ കുറച്ച് നേരം അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നു. അപ്പോഴത്തെ വീണ്ടും ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വെച്ച് അങ്ങനെ അമ്പലത്തിൻ്റെ എല്ലാ സൈഡിലും ചുറ്റി കറങ്ങി വീണ്ടും ഒരു ഓഡിറ്റോറിയം കൂടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ അടുത്ത ഓഡിറ്റോറിയത്തിന് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ഓഡിറ്റോറിയം ഒന്നാകെ ഫുള്ളായിട്ടിരിക്കുന്നു, കാരണം കഥകളി കാണാൻ വേണ്ടി ഇത്രയും ആൾക്കൂട്ടമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങോട്ട് റീൽ എടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരനെ കിട്ടിയത്. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കൊണ്ടിരുന്നപ്പോഴാണ് എന്നോട് പറയുന്നത് അവൻ ഒറ്റയ്ക്കുള്ള തിരിച്ചു പോകാമെന്ന്. അങ്ങനെയാണെങ്കിൽ അവനൊരു കൂട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ വണ്ടിയിൽ കയറി തിരിച്ച് നാട്ടിലേക്ക് പോയി.